എല്ലാവർക്കും നമസ്കാരം. മൈഫിൻ ടിവിയുടെ ഹാപ്പി ഡെസ്റ്റിനേഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഇടുക്കി തൊടുപുഴയിലെ ആനയടിക്കുത്തിലാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ ബാക്കിൽ കുത്തി ഒലിച്ച് വെള്ളം വരുന്നുണ്ട്. മഴക്കാലമായിട്ട് പോലും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അവരുടെ വെക്കേഷൻ ആഘോഷിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാതെ ആനയടിക്കുത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആക്ച്വലി ഇത്രയും വെള്ളം ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സേഫ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഭയങ്കര തണുപ്പായിട്ടോ, ഭയങ്കര പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ ഓരോ കല്ലുകൾ നമുക്ക് പെറുക്കി എടുക്കാം. പിന്നെ ഈ ആനയടിക്കുത്തിന് ആനയടിക്കുത്ത് എന്ന് പേര് വരാൻ ഒരു കഥയുണ്ട്. പഴമക്കാരൊക്കെ പറയുന്നതാണ്. അതായത് പണ്ട് ഇവിടെ ഒരുപാട് ആനകളൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുന്നൊരു സ്പോട്ടായിരുന്നു വെള്ളം കുടിക്കാനായിട്ടൊക്കെ. അപ്പൊ അന്ന് രണ്ട് ആനകൾ തമ്മിൽ അടിയുണ്ടായി, കുത്ത് നടന്നു. അതങ്ങനെയാണ് ഇവിടെ ആനയടിക്കുത്ത് എന്ന് പേര് വന്നതെന്നാണ് പഴമക്കാര് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നല്ല കാടായിരുന്നു. പക്ക ഇതൊരു കാടിന്റെ നടുക്കുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഈ ഒരു ലൈൻ കണ്ടോ, ഇങ്ങോട്ട് കയറിപ്പോയാലും കാടാണ്. അവിടെ നിറയെ കുരങ്ങന്മാരും അതുപോലെ പക്ഷികളൊക്കെ ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം, അവിടുത്തെ കാഴ്ചകളും കൂടി ഒന്ന് കാണാം. ആക്ച്വലി ഇവരൊക്കെ ഇവിടെ ചാടി കുളിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ചാടിയും കുളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നടപ്പാകത്തില്ല. കാരണം ഞാൻ സ്പെയർ ആയിട്ട് വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സ്പെയർ ഡ്രസ്സ് കൊണ്ടുവരാം. വെറും 10 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ ഔട്ട്ഫിറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടും ബ്രഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ചേട്ടാ ഒരു ചായ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ബെന്നീന. ചേട്ടൻ എത്ര നാളായി കട നടത്താൻ വന്നത്? 2016 മുതൽ കട ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിൽ അത്യാവശ്യം വരുന്ന ആൾക്കാർക്ക് ടവല് കൊടുക്കുക, പെർമൂട കൊടുക്കുക, പിന്നെ ഇവിടെ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു, കട്ടൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കൂടുതൽ ആളുകളായ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്, ലേഡീസിനും ജെൻസിനും. പിന്നെ മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുന്ന സാധനം സൂക്ഷിക്കാനായിട്ട് ലോക്കർ സൗകര്യമുണ്ട്. അപ്പോൾ 50 രൂപ തന്നു കഴിഞ്ഞാൽ ആദ്യം കീ നിങ്ങൾക്ക് തരും. സാധനം അവിടെ വെച്ച് പൂട്ടിയിട്ട് ഞങ്ങളെ തന്നെ കീ ഏൽപ്പിക്കണം. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കീ നിങ്ങൾക്ക് തരും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 രൂപയാണ് ഡ്രസ്സ് ചാർജ് ചെയ്യുന്നത്, അവിടെ മാറുന്നതിന് ചാർജ് ചെയ്യുന്നത്. ടോയ്ലറ്റും ഉണ്ട്. ആദ്യകാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകളായി. അപ്പോൾ തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആളുകളുടെ ആവശ്യപ്രകാരം തന്നെ അങ്ങനെ ഒരു സംവിധാനം ചെയ്തതാണ്. സത്യം പറഞ്ഞാല് ചേട്ടന്റെ ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ സ്വന്തം കുടുംബത്തെ കാണുന്ന പോലെ ആയിരിക്കും വാട്ടർഫോൾസിനെ കാണുന്നത് അല്ലേ? അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര സേഫ് ആണ് ഈ വാട്ടർഫോൾ എന്നുള്ളത്. അത് 100% സേഫാണ്. കാരണം എത്ര വലിയ മഴയുള്ളപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ പോലും ഞാനിവിടെ കട തുറന്ന് ഇവിടെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലാണ് കട അടച്ചത്. അപ്പൊ അതൊന്നും അഫക്ട് ചെയ്തില്ല. ഈ കടയോ ഈ പരിസരത്തോ അഫക്ട് ചെയ്തില്ല. പിന്നെ 18 വെള്ളച്ചാട്ടത്തില് അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല, അത്ര ഫോഴ്സ് ഉണ്ടായിരുന്നു വെള്ളത്തിൽ. അല്ലാതെ ഇപ്പൊ ഏത് വെള്ളം വന്നാലും 1 മണിക്കൂറിന് ശേഷം ആ വെള്ളത്തിൽ ചെറിയ കലക്കലുണ്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ കുളിക്കാൻ ആർക്കും വേണ്ടി ഇറങ്ങാം. എപ്പോഴും ഈ ഷോളറിന്റെ ലെവലിൽ കൂടുതൽ വെള്ളം അവിടെ വരാറില്ല, തടാകം പോലെ വെള്ളം കെട്ടിക്കിടക്കാനില്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും വരാൻ പറ്റിയ സേഫായൊരു സ്ഥലം. പിന്നെ അത്യാവശ്യക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എൻ്റെ ഫോൺ നമ്പറും പേരും ഈ കാണുന്നതാണ്, വിളിച്ച് പറഞ്ഞാൽ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. നിങ്ങൾ നേരത്തെ പറയുവാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിവിടെ ഉണ്ടാക്കി ഇവിടെ കൊടുക്കുന്നതാണ്. ഇതിന്റെ ഒരു ടൈമിംഗ് രാവിലെ സൺഡേ സാറ്റർഡേ രാവിലെ 6 മണിക്ക് തന്നെ സ്റ്റാർട്ടിങ് ആവും. അല്ലാത്ത ദിവസം 8 മണിക്ക് സ്റ്റാർട്ടിങ് ആയി 6 മണിക്ക് ക്ലോസിംഗ് ആണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും പോലീസ് ഇവിടെ കാണും, സെക്യൂരിറ്റിക്ക്. അല്ലാത്ത ദിവസം ഇപ്പം നിലവിലെ തിരക്ക് കുറവായതുകൊണ്ട് പോലീസ് ഇല്ല, ഞങ്ങൾ തന്നെയാണ് ആളുകളെ 6 മണിക്ക് മുമ്പ് തന്നെ കയറ്റി വിടുന്നത്. അപ്പൊ ഞാനിവിടെ കണ്ടൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ടൂറിസ്റ്റ് പ്ലേസിന് ഒരു തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാതെ. ചേട്ടാ, ഇത് ആക്ച്വലി ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ചെയ്യുന്നതാണോ, ആരാണ് ഇത്ര ക്ലീൻ ആയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട്? ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നത് ഞാൻ തന്നെയാണ് വൃത്തിയാക്കുന്നത്, പുറത്തുനിന്നാരും വരാറില്ല. പിന്നെ ഇവിടെ ഈ ടൂറിസ്റ്റുകാർ വരുന്നവര് ഈ സ്നാഗി കുപ്പി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയും. അപ്പം ഞാൻ ഈ കുപ്പിയെല്ലാം കൊണ്ടിവിടെ കൂട്ടി വയ്ക്കും. ഇവിടുന്ന് യാത്രാ സൗകര്യം കുറവായതുകൊണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെ ഇവിടുന്ന് വാരി പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ. ചുമ്മാ എടുത്തോളാൻ പറഞ്ഞാലും ആരും എടുക്കില്ല, നമ്മൾ തന്നെ കൊണ്ട് പുറത്ത് കൊടുക്കണം. പിന്നെ സ്നാഗിയൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാം ഗ്ലൗസ് ഇട്ട് തോളി കൊണ്ട് പൊട്ടിച്ച് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയാണ് ഞാനിവിടെ സൂക്ഷിക്കുന്ന ഈ ഭാഗം. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു അപേക്ഷയുള്ളത്, ഇവിടെ വരുന്നവരെല്ലാവരും പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ വലിച്ചെറിയാതെ അത് ഇവിടെ തന്നെ കൊണ്ട് ഇടുകയും അവരെ സ്നഗി സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ തന്നെ ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്യുവാണെങ്കിൽ. യാത്രക്കാർ ഇവിടെ വരുന്നവർക്ക് എപ്പോഴെങ്കിലും ഒരു വാർണിംഗ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഇവിടെ പോലീസിനെ ഡ്യൂട്ടിക്ക് ഇരുന്നില്ല, അത് ശനിയും ഞായറും. അപ്പൊ ഈ മദ്യം കഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ട് ആ സൈൻ ബോർഡൊക്കെ വലിച്ച ഈ വെള്ളം വഴിയൊക്കെ വിട്ട് അങ്ങനെയെല്ലാം കളഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഞാൻ പലരോടും പറയും, നിങ്ങൾ അവിടെ ഇടരുത്, എല്ലാവരും ഇവിടെ കൊണ്ടിടണം. ഈ സാധനങ്ങൾ ഇങ്ങനെ ഈ പരിസരം നല്ലൊരു അന്തരീക്ഷം മലിനമാക്കല്ലേ എന്ന് എല്ലാവരും പറയും. പിന്നെ കുറേ പേരൊക്കെ അത് തിരക്കുള്ള ദിവസം കേൾക്കില്ല, എങ്കിലും ഞാനതെല്ലാം പറക്കി എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി അവിടെ ക്ലീൻ ചെയ്ത് അതെന്റെ ഉത്തരവാദിത്വം പോലെ തന്നെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. വളരെ നല്ല കാര്യമാണ്. സ്വന്തം വീട് പോലെ നമ്മൾ ചെല്ലുന്നവര് വൃത്തിയാക്കുന്നില്ലെങ്കിലും ചേട്ടന് സ്വന്തം വീട് പോലെ കരുതി ചേട്ടനായിട്ട് തന്നെ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുപ്പിയും അതുപോലെ തന്നെ സ്നഗ്ഗിയൊക്കെ ചേട്ടൻ ഗ്ലൗസ് ഇട്ട് ചെയ്യുവാണ്. ചിലരുടെ കാര്യമില്ല, വേറെ ആരും ചെയ്യത്തില്ല അല്ലേ? ഇല്ല, അതൊരു പ്രതിഫലം ഉദ്ദേശിച്ചല്ല. ഇവിടെ അന്തരീക്ഷം ഇപ്പൊ കാണും പോലെ കിടക്കട്ടെ എന്ന് ഓർത്താ. നേരത്തെ നിസ്സാരം ആളുകളെ വരുന്നുള്ളൂ. ഇപ്പം 1000കണക്കിന് ആളുകൾ വരെ ഞായറാഴ്ച വരുന്നുണ്ട്. അപ്പൊ അത്രയും ആളുകൾ വരുമ്പം അവർക്ക് പറ്റിയ ഒരു അത്രയും പേർക്ക് നിൽക്കാനോ ഒരു ഫെസിലിറ്റി ഇവിടെ കുറവാണെന്ന് വേണം പറയാൻ ഇപ്പോഴത്തെ രീതിയിൽ. ഇനി പഞ്ചായത്ത് എന്തെങ്കിലും ഇടപെട്ടൊക്കെ കൂടുതൽ വിപുലീകരിക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരുന്നു. ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ ആൾക്കാർ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരാൻ തുടങ്ങി. നേരത്തെ ഈ നമ്മുടെ പ്രദേശവാസികളും എറണാകുളം സൈഡിൽ നിന്നുള്ളവരായിരുന്നു കൂടുതൽ വന്നിരുന്നത്. കോട്ടയം, എറണാകുളം ജില്ലക്കാരാണ്. ഇപ്പം അങ്ങനെയല്ല, ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. വിളിച്ച് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് താഴെ സ്റ്റേ ചെയ്യാൻ ഹോം സ്റ്റേകളുണ്ട്. അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ വന്ന് രാവിലെ കുളിച്ച് തിരിച്ച് കഴിക്കും ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ മസാല കാപ്പി എന്നാണ് പറയുന്നത്, ചുക്ക് കാപ്പി. അതായത് ഇവിടെ കുളിച്ചിട്ട് കയറി വന്നവർക്ക് ജലദോഷം പനിയൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ സ്വന്തം ഞങ്ങളുടെ ഒരു ബ്രാൻഡാണ് കാപ്പി. അടിപൊളിയാട്ടോ. ഇവിടെ കുളിച്ചിട്ട് വരുന്നവർക്ക് ജലദോഷം ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിട്ട് ചുക്ക് കാപ്പി, മസാല കാപ്പികളൊക്കെ ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ പഴംപൊരി, ബോണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. അല്ല കപ്പ, ബീഫ്, മീൻകറി അതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വന്നാൽ 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കാം. വരുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം വേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ കൊടുക്കും. ബെന്നിച്ചേട്ടാ, നല്ല അടിപൊളി കാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലായിട്ട്, അതായത് എൻട്രൻസിന്റെ സൈഡിലായിട്ടൊരു കൽപ്പടമുണ്ട്. അപ്പൊ ആ കൽപ്പടം കയറിക്കൊണ്ടിരിക്കുവാണ് ഞാൻ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും എൻ്റെ പോലത്തെ ശരീരപ്രകൃതം ഉള്ളവർക്ക്. ഈ കൽപ്പടം കയറിപ്പോയാലും മുകളിലൊരു പാലമൊക്കെ ഉണ്ടെന്നാണ്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം.
കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആ കൽപ്പടവ കയറി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കയറി വന്നതിന് ഭയങ്കര വർത്താണ്. കാരണം നമ്മൾ ആദ്യം കണ്ട ആനയടിക്കുത്ത് വാട്ടർഫോൾസിന്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ്. പിന്നെ ഞാനൊരു ബ്രിഡ്ജ് പറഞ്ഞില്ലായിരുന്നോ, ആ ബ്രിഡ്ജിന്റെ മണ്ടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു, ഊഹം തെറ്റല്ലെങ്കിൽ ഇത് പൈനാപ്പിൾ പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആനയടിക്കുത്ത് വാട്ടർഫോൾസ് കാട്ടിൽ അങ്ങനെ അങ്ങ് പരന്ന് കിടക്കുവാണ്. ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ ഇനിയും കൂടുതൽ വ്യൂസ് കാണാം. ഞങ്ങളിപ്പോൾ 3ാമത്തെ വ്യൂവിലാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു കൈൻഡ് ഓഫ് നേച്ചറിന്റെ ബാട്ടപ്പ് എന്ന് പറയാം. കാരണം ബാക്കിലേക്ക് നോക്കി അവിടെ പിള്ളേർ ഭയങ്കര കളിയും ചിരിയും ആഘോഷങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ ചെറിയൊരു ഡിസ്ക്ലെയിമറും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോൾ കുരങ്ങനെയും പക്ഷികളെയൊക്കെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ സത്യം പറയാതെ ഞാൻ കുരങ്ങനെയും പക്ഷികളെയും ഒന്നും കണ്ടില്ല. പക്ഷെ വരുന്ന വഴിക്ക്, അതായത് ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ടു. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ഇത്തിരി സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക. അതുപോലെ നല്ല ചെരുപ്പിട്ടുകൊണ്ട് വരിക. ഡ്രസ്സാണെങ്കിലും ആ രീതിയിലും പാമ്പോ അല്ലെങ്കിൽ പഴുതാരയോ ഒന്നും ഡ്രസ്സിൻ്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ട്രക്കിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഹാപ്പി ഡെസ്റ്റിനേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.